എന്താ പറയുന്ന നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നോ? കവിൻ, അവളെന്റെ അനിയന്റെ മോളാ. അതായത് എന്റെ വല്യച്ഛന്റെ മകന്റെ മകള്. എവിടെ? ഇവിടെ കാണുന്നില്ലല്ലോ. അവള് ഫ്രഷ് ആവാൻ പോയിരിക്ക, ഇപ്പൊ വരും. ഒരുപാട് നല്ല ഗുണങ്ങളുള്ള സൽസ്വഭാവിയാ അവള്. ഒരുപാടങ്ങ് സർട്ടിഫിക്കറ്റ് കൊടുക്കല്ലേ അമ്മേ? നിനക്ക് കുറച്ചു കഴിയുമ്പോ മനസ്സിലായിക്കോളും. അതേ മോനെ, പൂച്ചയെ പോലെ ശാന്തമായൊരു കുട്ടി. You mean cat, honey? Yes, Kavinguta. She is my cat. എന്തൊരു കൊതുകിന്റെ ശല്യോടെ. അയ്യോ, എവിടുന്ന ഈ ശബ്ദം വന്നോണ്ടിരിക്കുന്നത്? എന്തത്? സിംഹോ? ഇതാണോ സിംഹം? പുലിയെ സിംഹം എന്നാണല്ലോ വിളിച്ചത്. എന്താ എല്ലാരും ഒച്ച വെച്ച് പുറത്തോട്ട് ഓടി? അത് വീട്ടിനകത്ത് പുലി വന്നെന്ന്. നോണ പറയല്ലേ. നീയാണ് സത്യം. പുലി തന്നെയാ വന്നത്. കവിനെ, നീ താഴെ വീഴും, സൂക്ഷിക്കും. മോനെ, ഏയ്. വേണ്ട മോളെ, അവനെ വിട്ടേക്ക്. മോളെ മതി. അയ്യോ പ്രീതി, മതി. അവൻ കരയുന്ന കണ്ടില്ലേ? നിർത്ത്, പറയുന്ന കേൾക്ക്. മോനെ കവിൻ, നീ ഇങ്ങനെ കരയില്ലേ? എന്താണ്? അച്ചടക്കമുള്ള പെണ്ണാണ്, അനുസരണയുള്ള പെണ്ണാണെന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ട് ഭയങ്കര കുരുത്തക്കേടാണല്ലോ കയ്യിലിരിക്കുന്നത്. എടാ, നീ എന്തിനാടാ മാവൊക്കെ എടുത്ത് മുഖത്തിട്ടിട്ട് വന്നത്? കോലം കണ്ടില്ല. എന്താ മോനെ പേടിച്ചോ നീ? ഞാൻ പുലിയൊന്നുമല്ല, പ്രീതിയാ. കരയാതടാ, ചുമ്മാ ഒരു തമാശ കാണിച്ചല്ലേ. നീ വന്നപ്പോ നല്ല അടക്കവും ഒതുക്കൊക്കെ ഉണ്ടായിരുന്നതാണല്ലോ. എന്നിട്ടാണോ ഇത്രയും വികൃതി കാണിക്കുന്നേ? ഞാൻ കുട്ടികളെ കണ്ട കുട്ടികളായിട്ട് മാറിപ്പോവാ ആന്റി. അതിനിവിടെ ഏതാ കുട്ടികളുള്ളത്? അല്ല, കവിൻ കുട്ടിയല്ലല്ലോ, അവൻ കൊച്ചുകുട്ടിയാണെന്ന് പറഞ്ഞതാ. മോനെ കരയല്ലേടാ, പ്രീതി ജോളിയായിട്ട് മോൻ്റെ കൂടെ കളിച്ചല്ലേ. മുത്തശ്ശി, ജോളി കാണിക്കണ എന്റെ അടുത്താ. പൂച്ചയാണെന്നുകൊണ്ട് പുലിയായിട്ടാണല്ലോ തന്നത്. എടാ ദേഷ്യപ്പെടാതെടാ, സോറിടാ, ചുമ്മാ അതൊരു ഫണ്ണിന് കാണിച്ചല്ലേ. അല്ലാതെ മേടിച്ചുവേ. പുലി എന്ന് പറഞ്ഞ എനിക്ക് അലർജിയാ. ആനയും കരടിയൊക്കെ വന്നാ അവറ്റകളുടെ കൂടെ ഇരുന്ന് കാപ്പിയും കുടിച്ച് സൊറയും പറഞ്ഞുകൊണ്ടിരിക്കും സാറ്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി. ഫ്രണ്ട്സ്. നോ, എന്നെ പേടിപ്പിച്ച് ഇത്ര പേരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തി. യു ആർ നോട്ട് മൈ ഫ്രണ്ട്, യു ആർ മൈ എനിമി.
എടാ അങ്ങനൊന്നും പറയാതെടാ. അങ്ങനെ തന്നെ ഞാൻ പറയൂ. ഐ ഹേറ്റ് യു. എടാ കവിൻ നിക്കടാ. വേണ്ട, എടാ, എന്നോട് കവിൻ, മിണ്ടണ്ട, പോ. നിക്ക്. പറയുന്ന കേക്ക്. കവിൻ പറയുന്നത് കേക്ക്. കവിൻ സൂക്ഷിച്ച് മോനെ പതുക്കെ നിക്കടാ. മെല്ലെ. ഡാ, ഡാ, കവിൻ, പതുക്കെ. നിക്ക്. കവിൻ ഡാ, മോനെ, നിങ്ങൾ മോനെ. തലയൊന്ന് തോർത്തു ആ, കൊടുക്കും. ശരി ശരി മോനെ ഞാനും വരുന്നുണ്ട്. ഏയ് വിക്രം ബഡി, നിങ്ങളുടെ മോൻ ഭയങ്കര ദേഷ്യക്കാരനാണല്ലോ. എന്റെ മോൻ പിന്നെ എന്നെ പോലെ തന്നെ ആയിരിക്കില്ലേ? ഇനി അങ്ങോട്ട് 6 മാസത്തേക്ക് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ രണ്ടുപേരുടെയും ദേഷ്യം ഞാൻ ഉറപ്പായിട്ടും കുറച്ചിരിക്കും. ദേഷ്യമൊന്നും കുറയ്ക്കേണ്ട പ്രീതി. അവനോട് മര്യാദയ്ക്ക് ഒരു കല്യാണം കഴിക്കാൻ പറ. സെക്കൻഡ് മാരേജിന്റെ കാര്യമാണ് ആന്റി. അതെ പ്രീതി, ഇവൻ ഇങ്ങനെ തനിച്ച് ജീവിക്കുന്നത് കാണുമ്പോ എനിക്ക് മനസ്സിന് പ്രയാസം. അമ്മേ, ഈ ടോപ്പിക്ക് സംസാരിക്കുന്ന എത്ര പ്രാവശ്യം പറഞ്ഞു? എന്തിനാ വീണ്ടും വീണ്ടും അത് തന്നെ സംസാരിച്ച് എന്നെ ടോർച്ചർ ചെയ്യുന്നേ? കണ്ടില്ലേ പ്രീതി, ഒരു അമ്മ എന്ന നിലയ്ക്ക് നല്ലത് പറഞ്ഞു കൊടുത്താ അവനത് മനസ്സിലാവുന്നില്ല. ഏയ് ബഡി, ആന്റി പറയുന്നത് പോലെ വേറൊരു കല്യാണം കഴിച്ചാൽ എന്താ? നിങ്ങളുടെ എല്ലാ പ്രോബ്ലംസും സോൾവ് ആവും. എന്റെ അച്ഛനമ്മയും പറയാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പ്രീതി പ്ലീസ്, എനിക്ക് ഇനി ഒരു കല്യാണത്തിന് താല്പര്യമില്ല. ഇതാണ് എന്റെ തീരുമാനം. ആര് പറഞ്ഞാലും ഈ തീരുമാനം മാറാനും പോകുന്നില്ല. അച്ഛാ, ഒന്ന് വേഗം വാരുത്താ അച്ഛാ. അപ്പോഴല്ലേ 2 പ്രാവശ്യം വായിക്കാൻ പറ്റുള്ളൂ. നീ ഒന്ന് വേഗം കഴിക്കേ. ചേട്ടാ, ഉരുട്ടി കൊടുത്ത ഭൂമി വരെ അവൻ വിഴുങ്ങിക്കോളും. നന്നായി വാരി കൊടുക്കുക ചേട്ടാ, അവൻ ചോദിക്കല്ലേ. ഡാ, എന്റെ മോൻ കഴിക്കുന്നുണ്ട്, കണ്ണു വെക്കല്ലേ. ആ അതെ, ഇനി അങ്ങനെ കണ്ണു വെച്ചിട്ടാണെങ്കിലും പന്ത് പോലെ ഇരിക്കുന്ന അവന്റെ വയറ് ഒന്ന് ചൊട്ടി വരട്ടെ. ഞാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയാലേ ഇവിടെ എല്ലാം ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നേ. ആ ചേട്ടത്തി ചുമ്മാ തമാശ പറഞ്ഞ. അതൊക്കെ ഇരിക്കട്ടെ, എന്തിനാ നീയും അമ്മയും കൂടെ ചേർന്ന് സ്കൂളിൽ പോയി മോനെ കൂട്ടിക്കൊണ്ട് വന്നേ? ആഹാ, കണ്ടുപിടിച്ച. സാധാരണ നീയാ പോവാറുള്ളത്, അല്ലെങ്കിൽ ഏട്ടൻ പോവാറുണ്ട്. പെട്ടെന്ന് എന്താ എന്റെ മോനോട് പ്രത്യേക ഒരു സ്നേഹം തോന്നേ? എന്താ ലാവണി ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്ക് രാഹുലിനോട് സ്നേഹമില്ലാണ്ടിരിക്കോ? മുത്തശ്ശി, സ്നേഹം ഉണ്ടെങ്കിലേ എന്നോടല്ലേ സംസാരിക്കേണ്ടത്. എന്നാ മുത്തശ്ശി എന്റെ ക്ലാസ്മേറ്റ് നിലയോടല്ലേ സംസാരിച്ചത്?